അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതരമത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, സ്വന്തം ഉമ്മയെ സമൂഹമധ്യത്തിൽ വെച്ച് വഴക്ക് പറയുകയും പച്ചക്ക് കത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഈ വിനീതനായ ഞാൻ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ആ സ്ത്രീയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പല കാര്യങ്ങളും ലെങ്ത്ത് കൂടുമെന്ന് ഭയന്നുകൊണ്ട് പറയാതിരിക്കുകയും പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് പറയാൻ നിർബന്ധിതമാവുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവളുടെ വീഡിയോയിൽ പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. സത്യം എന്താണെന്ന് അറിയുകയില്ല. റിയാക്ട് ചെയ്ത ആളുകളെയൊക്കെ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പോലീസിൽ ചെന്ന് ഏതോ ഒരു വീഡിയോ റിമൂവ് ചെയ്യിച്ചു എന്നൊക്കെ. സാധാരണ പറയാറുണ്ട് നമ്മൾ നോ റിയാക്ഷൻ വിത്തൗട്ട് ആക്ഷൻ എന്ന്. അവൾക്ക് ആക്ഷൻ ആവാം, എല്ലാവരെയും കുറ്റം പറയാം, സ്വന്തം ഉമ്മയെ അർദ്ധനഗ്ന ഫോട്ടോ വരെ ഇതിലിടാം, പച്ചക്ക് തെറി പറയാം, തെറി അഭിഷേകം ചെയ്യാം, റിയാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ചീത്ത പറയും, വായിൽ തോന്നുന്നത് കോലക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ തോന്നിയതുപോലെ പറയാം ചെയ്യാം. പക്ഷേ അതാരും റിയാക്ട് ചെയ്യാൻ പാടില്ല. അവരെ പറഞ്ഞ് നന്നാക്കാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവർ. അത് പറ്റില്ല. അത് എവിടുത്തെ നിയമമാണ്? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. പിന്നെ ചില ആളുകളൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദെ. അത് നമ്മൾ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടുന്ന സമയത്ത് പലരും പറയാറുള്ള ഒരു പതിവ് പല്ലവിയാണ്. അവർ സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അവരോട് എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിൽ ഇബ്ലീസിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫിർഔനിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ നശിപ്പിക്കപ്പെട്ട അഹങ്കാരികളായ പല തമ്മാടികളുടെയും ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത് നമ്മളൊക്കെ ഉപദേശത്തിലും വാഴത്തിലുമൊക്കെ പറയാറുണ്ട്. ഇബ്ലീസ് നന്നാവുമെന്ന് കരുതിയത് കൊണ്ടോ ഫിർഔൻ ഇനി നന്നായി തിരിച്ചു വരുമെന്ന് കരുതിയത് കൊണ്ടോ അല്ല. അവരെ പോലെ മറ്റുള്ളവർ ആകരുത്, ഇവരെ പോലെ ആയിപ്പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഇനി ഈ സ്ത്രീ നമ്മുടെ ഉപദേശം കൊണ്ട് നന്നാവുകയാണെങ്കിലോ അള്ളാഹു ആർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നത്, അവരുടെ ആഖിബത്താണ് നന്നാക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിങ്കിൽ ഉള്ള ഒരു കാര്യം മാത്രമാണ്. ഒരിക്കലും നമുക്ക് മുൻവിധി പാടില്ല. നമ്മൾ ഉപദേശിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കടമകൾ നിറവേറ്റുക. അത് നമ്മുടെ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. വതവാസോ ബിൽ ഹഖി വതവാസോ ബിസ്സബ്ർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നന്മ കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ പരസ്പരം കൽപ്പിച്ചു കൊണ്ടിരിക്കണം, ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹു ഹിദായത്ത് കൊടുത്തവർ, അതിന് സൗഭാഗ്യം ലഭിച്ചവർ നന്നാകും. അല്ലാത്തവരുടെ കാര്യം അത് അവനിലേക്ക് വിട്ടേക്കുക. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തുൽഹിരി ശമാതത ലി അഖീഹ്. ഞാനത് പറയാൻ കാരണം, ഇവരുടെ പുതിയൊരു വീഡിയോയിൽ സ്വന്തം അയൽവാസിയുടെ പിതാവ് അഥവാ പിതാവ് മരണപ്പെട്ടപ്പോൾ ആ അയൽവാസിയുടെ മരണം പോലും ഇവൾ പാട്ടുപാടി ആഘോഷിക്കുകയാണ്. എന്തൊരു ജന്മമാണിത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അയൽവാസി നമ്മളൊക്കെ മരണപ്പെടുമ്പോൾ എത്ര വലിയ തമ്മാടിയാണെങ്കിലും നമ്മളെ ശത്രുവാണെങ്കിൽ പോലും നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ വീട്ടിൽ സന്ദർശിക്കും, അവരുടെ അന്ത്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കും, അവർക്ക് വേണ്ടിയുള്ള മൗലിദ് റാത്തിബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സുന്നികളൊക്കെ ആണെങ്കിൽ അതിൽ പങ്കെടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത്. എത്ര വൈരാഗ്യവും അവരോട് എത്രത്തോളം ശത്രുതയുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മറക്കും. മരണമല്ലേ, മനുഷ്യനതോടു കൂടി തീരുകയല്ലേ, ദുന്യാവിൽ നിന്നും പിന്നെ അവരെ കാണുന്നില്ലല്ലോ. അവരുടെ പാരത്രിക മോക്ഷത്തിനുണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എന്തോ ഒരു കഞ്ചാവ് അടിച്ച പോലെ, ഒരു മദ്യപിച്ച് ലക്കുകെട്ട ഒരാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലെയുള്ള ഒരു പ്രത്യേക ഒരു ഹാവഭാവാദികളിലാണ് ഈ സ്ത്രീ പറയുന്നത്. അയൽവാസിയായ അവർ തമ്മിലുള്ള എന്തോ ഒരു ഫൈറ്റ് ഉണ്ട്, ശരി തന്നെ. പക്ഷെ അതിന് അവൻ്റെ പിതാവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അത് പാട്ടുപാടി ആഘോഷിക്കുക, എന്താണ് ഇതിൻ്റെ അവസ്ഥ? നമ്മളെ ശത്രു, ആ ശത്രുവിൻ്റെ സന്തോഷം, അതിനെ തൊട്ട് നിർസസമ തങ്ങൾ കാവൽ തേടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പണ്ഡിതന്മാരൊക്കെ ദുആയിൽ കാവൽ തേടാറുണ്ട്. ലാ തുൽഹിരി ശമാതത ലി അഖീക. നിൻ്റെ സഹോദരന് സംഭവിച്ച ഒരു ദുരന്തം, ഒരു മുസീബത്ത്, അതിൽ നീ സന്തോഷിക്കരുത്, ആ സന്തോഷം പ്രകടിപ്പിക്കരുത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫയർഹമുഹുല്ലാഹു. നമ്മൾ ആരുടെ അപകടത്തിലാണോ, ആരുടെ ദുരിതത്തിലാണോ നമ്മൾ സന്തോഷിക്കുന്നത്, അവർക്കൊരു പക്ഷേ അള്ളാഹു റഹ്മത്ത് കൊടുക്കാം, അവരെ രക്ഷപ്പെടുത്തിയേക്കാം. വയബ്തലീക. പക്ഷേ അതിൽ സന്തോഷിച്ച, അതിൽ പാട്ടുപാടി ആഘോഷിച്ച നിന്നെ ഒരു പക്ഷേ അതിനും വലിയ അപകടത്തിൽ, ദുരിതത്തിൽ, ദുരന്തത്തിൽപ്പെടുത്തി അള്ളാഹു പരീക്ഷിച്ചേക്കാമെന്ന് വിശുദ്ധ ഹദീസിലൂടെ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സ്ത്രീയോടും എനിക്ക് വിനയത്തോടു കൂടി സ്നേഹത്തോടു കൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ്.
കർമ്മ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമും ഖുർആനും പല സന്ദർഭങ്ങളിൽ അത് ശരിവെക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഒരാളെ നമ്മൾ പരിഹസിച്ചത്, വേദനിപ്പിച്ചത്, കണ്ണീരിലാഴ്ത്തിയത്, അത് മാതാവിനെ ആയാലും പിതാവിനെ ആയാലും അയൽവാസിയായാലും നമ്മളവരെ പരിഹസിച്ചാൽ, നമ്മളവരെ കുറ്റപ്പെടുത്തിയാൽ, അവരുടെ അപകടത്തിൽ, ദുരിതത്തിൽ, ദുരന്തത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ, അതിനാണ് അറബിയിൽ ഷമാത്തത്തുൽ അഅദ എന്ന് പറയുന്നത്. അത് കർമ്മയായിട്ട് നമുക്ക് തിരിച്ചു വരും എന്ന കാര്യം ഈ സ്ത്രീയും ഞാനും ഇതുപോലുള്ള സ്വഭാവമുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഒരു ഉണർത്തുപാട്ടാവട്ടെ, ഓർമ്മിക്കട്ടെ എന്ന് പറയുകയാണ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഈനു ബില്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കണം, അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ തേടണം. എന്തിനാണ് ഇസ്തഈസു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ? മിൻ ഷമാത്തത്തിൽ അഅദാ, ശത്രുക്കൾ നമ്മുടെ ദുരിതത്തിൽ അവർക്ക് സന്തോഷിക്കാൻ അവസരമുണ്ടാകുന്ന ഒരു കാര്യത്തെ തൊട്ട് കാവൽ ചോദിക്കണമെന്ന് ഇസ്തഈസു ബില്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ തേടണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീയോട് പറയാനുള്ളത്, ഒരിക്കലും മറ്റൊരുത്തൻ്റെ ദുരിതത്തിൽ സന്തോഷിക്കരുത്. നാളെ നമ്മുടെ സ്ഥിതി എന്താകുമെന്ന് നിനക്കറിയുമോ, നമുക്കറിയുമോ? ആർക്കും അറിയില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഒരാളെ പരിഹസിച്ചാൽ, ഇവൾ ആരൊക്കെയാണ് പരിഹസിച്ചത്? സ്വന്തം ഉമ്മാനെയും. അയൽവാസി മരണപ്പെട്ടു പോയി, ആ അയൽവാസിയെ പരിഹസിച്ചു. ആ അയൽവാസിയുടെ മക്കളെയും അവരോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആ പരിഹാസം വരികയാണ്. ഇവരെയൊക്കെ പരിഹസിക്കുകയാണ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വമൻ കശഫ ഔറത അഖീഹിൽ മുസ്ലിം, ഒരാൾ തൻ്റെ സഹോദരൻ്റെ ന്യൂനത വെളിവാക്കിയാൽ, അവനെ കുറ്റം പറഞ്ഞാൽ, അവൻ്റെ ദുരന്തത്തിൽ ആഘോഷമാക്കിയാൽ, സന്തോഷിച്ചാൽ, അതിൻ്റെ കുറ്റങ്ങൾ പബ്ലിക്കാക്കിയാൽ, കശഫല്ലാഹു ഔറതഹു, അവൻ്റെ ന്യൂനതകളും അള്ളാഹു പുറത്തേക്കിടും. ഹത്താ യഫ്ലഹു ബിഹാ ഫീ ബൈതിഹി, അവൻ്റെ ഉറ്റവരുടെയും ഉടവരുടെയും ഇടയിൽ വെച്ചുകൊണ്ട്, പൊതുജന മധ്യത്തിൽ പബ്ലിക്കിൽ വെച്ചുകൊണ്ട് അള്ളാഹു അവനെ നാറ്റിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മരിപ്പിക്കുകയില്ലെന്ന് വിശുദ്ധ ഹദീസിലൂടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസും കൂടി ഞാനും ഈ സ്ത്രീയും ഇതുപോലെ സ്വഭാവമുള്ള ആളുകളും കേൾക്കുന്നത് നന്നായിരിക്കും. മസാല ജിബീരിലു യുസീനി, ഇത് ഞാൻ പറയാനുള്ള കാരണം അയൽവാസികളോട് നമുക്ക് വലിയ കടമയാണ്. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ നമ്മൾ നോക്കാൻ പാടില്ല. നമ്മുടെ അയൽവാസിയാണോ, 40 വീട് ചുറ്റളവുള്ള ആ അയൽവാസി അവൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറു നിറച്ചുണ്ണുന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അയൽവാസിയുടെ മരണത്തിൽ ആഘോഷിക്കുകയല്ല, അത് ആർഭാടമാക്കുകയും സന്തോഷിക്കുകയും കൊട്ടിപ്പാടുകയുമല്ല വേണ്ടത്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ, ഇല്ലെങ്കിലും ഉപദ്രവിക്കാതെയെങ്കിലും നമ്മളിരിക്കണം. നമ്മളെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും പുറത്തേക്ക് കാണിക്കാതിരിക്കാനുള്ള ഒരു പക്വതയെങ്കിലും, മിനിമം തൻ്റെ ഇടമെങ്കിലും, അതിനുള്ള ഒരു മാന്യതയെങ്കിലും ആ സ്ത്രീ കാണിക്കണമെന്നാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത്. മാസാല ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ആയിക്കൊണ്ടേയിരുന്നു യൂസീനി ബിൽ ജാരി, അയൽവാസിയോടുള്ള കടപ്പാടുകളെക്കുറിച്ച് എന്നോട് ഇങ്ങനെ വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താ ലനന്തു, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ വിചാരിച്ചു അന്നഹു സൈവരിസുഹു, പറഞ്ഞ് അയൽവാസിക്ക് എൻ്റെ അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ, അത്രത്തോളം കടമകളും കടപ്പാടുകളുമാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം നമ്മൾ സ്നേഹിക്കാനും സഹായിക്കാനും, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? അങ്ങനത്തെ ആ അയൽവാസിയോടാണ് ഈ കാണിക്കുന്നത്. എന്തിൻ്റെ പേരിലായാലും അവരെ വേദനിപ്പിക്കാനോ, അവരോട് ക്രൂരമായി പരുഷമായി പെരുമാറാനോ, കളിയാക്കാനോ, അവരുടെ മരണത്തിൽ സന്തോഷിക്കാനോ പാടില്ല. അത്രത്തോളം ഞാൻ അയൽവാസിക്ക് എൻ്റെ അനന്തര സ്വത്ത് എറുത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നുമാറ് തങ്ങളിങ്ങനെ അയൽവാസിയോടുള്ള കടമകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പുണ്യനബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഖൈറുൽ ജീറാനി ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ ഏറ്റവും നല്ല അയൽവാസി ആരാണെന്നറിയുമോ? ഖൈറുഹും ലിജാരിഹി, തൻ്റെ അയൽവാസിയോട് ഏറ്റവും ഉത്തമമായ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. അയൽവാസിയെ ദ്രോഹിക്കുന്നവനല്ല. അയൽവാസി മരണപ്പെടുമ്പോൾ അതിൽ സന്തോഷിച്ചുകൊണ്ട് പാട്ടുണ്ടാക്കി പാടുന്നവളല്ല ഏറ്റവും നല്ല അയൽക്കാരൻ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കണം. പിന്നെ നീ പലപ്പോഴും നിൻ്റെ വീഡിയോയിൽ നിസ്കാരക്കുപ്പായമിട്ട് മക്കനയിട്ട് ഓതുന്ന ദിക്റ് ചൊല്ലുന്ന വീഡിയോസൊക്കെ, ഇത് ഇവൾ മാത്രമല്ല പല വീഡിയോയിലും പല സ്ത്രീകളും പുരുഷന്മാരൊക്കെ കാണിക്കുന്നുണ്ട്. അവരോടൊക്കെ വിനയത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതൊരിക്കലും നല്ലതല്ല. അത് റിയാ ആണ്, ലോകമാന്യമാണ്, അത് ഷിർക്കുൽ അസ്ഗറാണ്. അള്ളാഹു പൊറുക്കാത്ത പാപങ്ങളിൽപ്പെട്ടതാണ് ഷിർക്ക് എന്ന് പറയുന്നത്, അഥവാ ബഹുദൈവ ആരാധന. അതിൻ്റെ ഏറ്റവും ചെറിയൊരു രൂപമാണെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തഖുർ റിയാ, പകൽമാന്യം ലോകമാന്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം.
മറ്റുള്ളവർ കാണാൻ വേണ്ടി നിസ്കരിക്കുന്ന വീഡിയോയും മറ്റുള്ളവരെ കൊണ്ട് പിടിപ്പിച്ചോ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചോ ആ ഖുർആൻ ഓതുന്ന വീഡിയോ കെട്ടുകൊണ്ട് ഞാനൊരു നിസ്കാരക്കാരനാണ്, നല്ലത് ചെയ്യുന്ന ആളാണെന്ന് അറിയിക്കുന്നൊരു സ്വഭാവം. കൂടുതൽ പറയേണ്ട കാര്യമാണ് ഇതൊക്കെ, ഞാൻ ചുരുക്കി പറയുകയാണ്. അത് നിങ്ങൾ സൂക്ഷിക്കണം, റിയാ നിങ്ങൾ ചെയ്തു പോകരുത്. കാരണം ഫഇന്നഹു ശിർക്കുൽ അസ്ഗർ, അത് ചെറിയ ഒരു ശിർക്കാണ്, അത് നിങ്ങൾ ചെയ്യരുത്. മഹാന്മാരായ ആളുകൾ, നമ്മൾ ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കുമ്പോൾ, നമ്മൾ മറ്റേ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, ഒരു നായക്ക് മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യുന്നതായി, ഒരു നായക്ക് മുമ്പിൽ ആ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതായി അവരുടെ അകക്കണ്ണിൽ അവർക്ക് കാണാൻ കഴിയുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അല്ലേ, യുറാഊന വയംനഊനൽ മഊൻ, വയലെന്ന് പറയുന്ന നരകം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവർക്കാണെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആര് കാണാൻ വേണ്ടിയാണോ നിസ്കരിച്ചത്, ഇബാദത്തെടുത്തത്, അവരോട് പോയിട്ട് നിൻ്റെ പ്രതിഫലം ചോദിക്കുക എന്ന് ആഖിറത്തിൽ അവരോട് പറയപ്പെടുമെന്നാണ്. വേറെയും ഒരുപാട് ശിക്ഷകൾ അവർക്കുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്. ലജ്ജയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കഞ്ചാവടിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട്, യൂട്യൂബിൽ വന്നുകൊണ്ട് ആളുകൾ കേട്ടാൽ എന്ത് വിചാരിക്കും, ഇത് തനിക്കും തൻ്റെ പിഞ്ചു മക്കൾക്ക് മോശമാണ്, അവർ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ളവരാണ് എന്ന ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇവളിങ്ങനെ പുലമ്പുന്നത് ലജ്ജയില്ലാത്തത് കൊണ്ടാണ്. ലജ്ജ എന്ന് പറയുന്നത് പല തെറ്റുകളിൽ നിന്നും മനുഷ്യനെ തടയും. ഫഇന്നൽ ഹയാ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ, അതുകൊണ്ട് നീയും ഞാനും മറ്റുള്ളവരും ഇത് ഓർമ്മയിൽ ഇരുത്തണം. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൽപ്പെട്ടതാണ്. ഈമാനുള്ളവർക്കേ ലജ്ജ ഉണ്ടാവുകയുള്ളെന്നർത്ഥം. ലജ്ജയുള്ളവർക്ക് ഈമാനുണ്ടെന്നർത്ഥം. ആ ലജ്ജയുള്ളവർക്ക് ഇങ്ങനെ തെറ്റുകുറ്റങ്ങളൊന്നും പരമാവധി ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് പബ്ലിക്കിൽ ചെയ്യുന്നതെങ്കിലും അവർ ഒഴിവാക്കി പോകും. നഗ്നത കാട്ടുന്ന ഉമ്മാനെ, കുട്ടികൾക്ക് നഗ്നത കാണിച്ചു കൊടുക്കുന്ന ഉമ്മാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവൾ ആട്ടാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് വേശ്യയുടെ ചരിത്ര പ്രശ്നമാണ് ഓർമ്മ വരുന്നത്. ആരാണിത് പറയുന്നത്? കുട്ടികൾക്ക് മുമ്പിൽ വെച്ചാണ് ഇവൾ ഈ പച്ചത്തെറിയും പൂരത്തെറിയും മറ്റു പല കേട്ടാൽ അറക്കുന്ന വെറുക്കുന്ന അനാവശ്യങ്ങളൊക്കെ പറയുന്നത്. അത് സത്യത്തിൽ ഈ പോക്സോ വകുപ്പിൽ പെടുന്നതല്ലേ? അത് നിയമപ്രകാരം നടപടിയെടുക്കാൻ ഉതകുന്ന കാര്യങ്ങളല്ലേ? അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്തു പോകരുതെന്ന് സ്ത്രീയോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉമ്മ തെറ്റ് ചെയ്താൽ, അങ്ങനത്തെ ഉമ്മാൻ എനിക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്, ഒരു ഉമ്മയിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ, അത് തെറ്റാണെന്ന് സമ്മതിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഉമ്മ തെറ്റ് ചെയ്തു എന്ന് സംഭവിച്ചാൽ തന്നെ ആ ഉമ്മ ചെയ്ത തെറ്റിന് ഉമ്മയെ പുറത്താക്കുകയാണോ വേണ്ടത്? നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ നമ്മൾ അങ്ങനെ പുറത്താക്കുക? അവരെ പറഞ്ഞ് നന്നാക്കണം. അവിടെ നല്ല രീതിയിൽ അവരെ, നമ്മൾ ഉമ്മയോടും ഉപ്പയോടൊക്കെ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ഉപദേശിക്കാം. പക്ഷെ അതിനൊരു രീതിയുണ്ട്. അവരോടുള്ള റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് വിനയത്തോടു കൂടി സ്നേഹത്തോടു കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് എന്നിട്ടും അവരത് കേൾക്കുന്നില്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞ് ഉമ്മയെ പറഞ്ഞ് നന്നാക്കണമെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഒക്കെ അതൊക്കെ അവസാന കൈയാണ്. അതുപോലും ചെയ്യാതെ നമ്മളെന്നെ പറഞ്ഞ് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാതെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ അവരെൻ്റെ കൂടെ വേണ്ട എന്ന് പറയുകയോ ചെയ്യല്ല. ഉമ്മയെ ലേലം വിളിക്കാൻ വെക്കുകയല്ല. എനിക്ക് 2 ലക്ഷം കിട്ടാനുള്ളത് തന്നിട്ട് പോയാൽ മതി. ഈ 2 ലക്ഷത്തിൻ്റെ ഒക്കെ കണക്ക് പറയാൻ ആ പെറ്റ വേറെനോടാണ് ഇനി കണക്ക് പറയുന്നത് എന്ന് പോലും നീ ഓർത്തില്ലല്ലോ. വല്ലാത്ത സങ്കടം തോന്നുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടവർ കൊണ്ടുപോയിക്കോളൂ. ചന്തയിൽ ലേലത്തിന് വെച്ചതുപോലെയാണ് ഉമ്മാനെ ലേലം വിളിച്ചു കണ്ട്. പിന്നെ ആർക്കാണ് ഇതിൻ്റെ ബാധ്യത? നാട്ടുകാർക്കാണോ? മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ പടച്ചുറപ്പ് കേൾക്കുന്നില്ലേ? നിനക്കും ഈ അവസ്ഥ വരില്ലേ? നിനക്ക് 5 മക്കളില്ലേ? അതിൻ്റെ ഹുങ്ക് പറയണോ? ആ കുട്ടികൾ നോക്കും എന്താണെന്ന് ഉറപ്പ്? ഇതൊക്കെ കേട്ടും കണ്ടും അനുഭവിച്ചുമല്ല അവർ വളരുന്നത്. ഇതിനൊക്കെ അവർ തിരിച്ചടി തരില്ലേ? പലിശ സഹിതം നിനക്ക് കിട്ടും. അല്ലാതെ നീ ഈ ലോകത്തുനിന്ന് മരണപ്പെടുകയില്ല. അള്ളാഹു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു കർമ്മയായിട്ട് കിട്ടും. അത് എനിക്കാണെങ്കിലും നിനക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും ലഭിക്കും. അല്ലാതെ ഒന്നും വെറുതെ ഒന്നും പോവുകയില്ല. നിൻ്റെ കാര്യമൊക്കെ സേഫായിരിക്കും. ഉമ്മാൻ്റെ കാര്യം മാത്രം മോശമായിരിക്കുമെന്ന് നീ വെറുതെ വിചാരിക്കണ്ട. അള്ളാഹു തിരിച്ചടി തരാതെ ആരും ഇവിടുന്ന് വിട്ടിട്ടില്ല. ആഖിറത്തിൽ നിന്ന് ശിക്ഷ വേറെയും കിട്ടും. അതുകൊണ്ട് നല്ല പോലെ നമ്മൾ ആലോചിക്കണം. ഉമ്മ തെറ്റ് ചെയ്താൽ ഉമ്മാനെ ചേർത്ത് പിടിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിന് പകരം ആരും ആട്ടിവിടലല്ല. ഏത് മദ്രസയിലാണ് നീ പഠിച്ചത്? ഏത് ഉസ്താദാണ് നിന്നെ പഠിപ്പിച്ചത്? ആരാണ് നിനക്ക് അറിവ് പറഞ്ഞു തന്നത്? അതാണ് എനിക്കറിയേണ്ടത്. മാത്രമല്ല ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് അറക്കുന്ന വെറുക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല, ആ കുട്ടികളുടെ ഗുണ്ടായുസം കൂടി പഠിപ്പിക്കുകയാണ്. അവർ വലുതായാൽ അയൽവാസിയെ തിരിച്ചടിപ്പിക്കുമെന്ന്. നമ്മളെ ഉമ്മാരൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ചെയ്താൽ അത് കേട്ടില്ല കണ്ടില്ല നടുക്കേണ്ട, തിരിച്ചൊന്നും പറയാൻ പോണ്ട, നമ്മളത് കിട്ടി അത് കൊണ്ടുപോന്നാലും അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ഇതുവരെ നമ്മളെ മാതാപിതാക്കളൊന്നും പഠിപ്പിച്ചിട്ടില്ല. അത് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും മാപ്പ് കൊടുക്കാനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഗുണ്ടായുസം പഠിപ്പിക്കുക, തിരിച്ച് തല്ലിക്കുമെന്ന് കുട്ടികളെ മുമ്പിൽ വെച്ച് തന്നെ പറയിപ്പിക്കുക. ആ കുട്ടികൾ പിന്നെ ഭാവിയിൽ ദാതകളും റൗഡികളും ഗുണ്ടകളും ആകാതിരിക്കുമോ? ഇങ്ങനെയാണ്. കുട്ടികളൊക്കെ നല്ല പ്രകൃതത്തിലാണ് ജനിച്ചു വീഴുന്നത്. പക്ഷേ അവരെ
മോശമാക്കുന്നത് അവരുടെ മാതാപിതാക്കളാണെന്ന് വിശുദ്ധ ഹദീസുകളിൽ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? അവരെ മോശമായ രീതിയിൽ വളർത്താനുള്ള പ്രേരണയല്ലേ നൽകുന്നത്? പിന്നെ മാക്സി വിൽക്കുന്നുണ്ട്, ക്രീം വിൽക്കുന്നുണ്ട്, അതൊക്കെ അവരുടെ ഇഷ്ടം, വാങ്ങുന്നവർക്ക് വാങ്ങാം, അതൊക്കെ ബിസിനസ്സാണ്, അതൊക്കെ ജീവിതമാർഗ്ഗമാണ്. പക്ഷേ ആ ക്രീം നല്ല പാറ്റൻ്റ് ഉള്ളതാണോ, അത് സൈഡ് എഫക്റ്റ് ഉള്ളതാണോ എന്നൊക്കെ വാങ്ങുന്നവർ തീരുമാനിക്കുക. അതവിടെ ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനുള്ള. പിന്നെ ഒരു ഉസ്താദിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉസ്താദിനെ കൊണ്ടുവന്നത് കൊണ്ട് കാര്യമില്ല. അയാൾ നിരപരാധിയായിരിക്കാം. അയാൾക്ക് നീ ഈ ഉമ്മാനെ പച്ചക്ക് എത്തിക്കുന്നത് അറിയില്ലായിരിക്കാം. അറിഞ്ഞാൽ അയാൾ യഥാർത്ഥ ഒരു ഉസ്താദാണെങ്കിൽ നിന്നെ തിരുത്താതിരിക്കില്ല. അപ്പോൾ ഉസ്താദിനെ വെച്ച് സെൽഫി എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് അതിവിടെ പബ്ലിക്കിൽ കാണിച്ചുകൊണ്ട് നീ പ്രശസ്തി ഉണ്ടാക്കണ്ട. അതെല്ലാവർക്കും അറിയാം. ഉസ്താദ് പച്ച പാവമായിരിക്കും, സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത ആളായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഇത് അറിയില്ലായിരിക്കും. നീ എന്നോ പഠിപ്പിച്ച് വിട്ട ഒരാളെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മര്യാദക്ക് നമ്മളതിനൊക്കെ നിന്ന് കൊടുക്കുമല്ലോ, നമ്മളെ കുട്ടികൾ എന്ന നിലക്ക് ആ സ്നേഹം കൊണ്ട്. അതായിരിക്കും നിൻ്റെ യഥാർത്ഥ സ്വഭാവം. ഉസ്താദ് അറിഞ്ഞെങ്കിൽ ഉസ്താദ് പോയ സ്ഥലത്ത് പുല്ല് മുളക്കില്ല. നല്ലൊരു പടച്ചോനെപ്പേടിയുള്ള ഉസ്താദാണെന്ന് അയാളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അയാളത് അറിയാമെങ്കിൽ നിൽക്കുമോ, നിന്നെ തിരുത്തും. ഇനി നിന്നെ തിരുത്തിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? അതിപ്പോൾ നീ പറയില്ലല്ലോ. ഉസ്താദ് നിരപരാധിയായിരിക്കും. അപ്പോൾ മാതാവിനെയും പിതാവിനെയും വെറുപ്പിച്ചിട്ട് ഉസ്താദിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടും കാര്യമില്ല. മാതാപിതാ ഗുരു ദൈവം നമ്മൾ സാധാരണ പറയാം. ആദ്യം മാതാവിനെയാണ്. ഇത് ഹദീസിലൊക്കെ അങ്ങനെ തന്നെയാണ്. ആദ്യം മാതാവിനെയാണ്, പിന്നെ പിതാവ്, പിന്നെ ഗുരു. അത് ദൈവത്തിന് സ്ഥാനമില്ലായിട്ടല്ല. ദൈവം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയുമെങ്കിലും ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചെന്നത് മാതാവും പിതാവും ഗുരുനാഥന്മാരാണ്. ദൈവത്തെ ബഹുമാനിക്കാനും ഇബാദത്ത് ചെയ്യാനും പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അവരാദ്യം പറഞ്ഞത്. മനസ്സിലായോ? അപ്പം മാതാവിൻ്റെ തൃപ്തിയില്ലാതെ, പിതാവിൻ്റെ തൃപ്തിയില്ലാതെ, ഗുരുവിൻ്റെ തൃപ്തി ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയില്ല. ഇത് നീ അറിവില്ലാത്തതിൻ്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ അത് പറഞ്ഞു തരികയാണ് ഞാൻ. അറിവില്ലാത്തതിൻ്റെ പേരിൽ നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഞാനൊക്കെ ബാധ്യസ്ഥനാണല്ലോ, ഉത്തരവാദിയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നീ ചെയ്യാതിരിക്കുന്നത്. അറിഞ്ഞിട്ടും നീ ഉറക്കം നടിക്കുകയാണെങ്കിൽ നീയും അള്ളാഹുമായിട്ടായിരിക്കും. ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് പണ്ട് എന്ന നിലക്ക് ഞങ്ങളെ കടമകൾ ഞങ്ങൾ നിർവഹിക്കുകയാണ്. നിനക്ക് തള്ളാം, നിനക്ക് കൊള്ളാം, നിൻ്റെ ഇഷ്ടം. പിന്നെ ചില ആളുകൾ എത്ര പറഞ്ഞാലും നന്നാവില്ല. എത്രയോ ആളുകൾ ഈ സ്ത്രീയെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്. എങ്കിലും നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്നത് എന്താണ്? അവരെ നന്നാക്കുന്നുള്ളതാണ്. ഇന്നല്ലദീന കഫറു സവാഉൻ, ചില അവിശ്വാസികളായ ആളുകൾ, സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്, അൻദർതുഹും അം ലം തുൻദിർഹും, നബിയേ അവരോട് താക്കീത് ചെയ്യുന്നതും അവരെ ഉപദേശിക്കുന്നതും ഉപദേശിക്കാതിരിക്കുന്നതും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതൊക്കെ സമമാണ്. ലാ യുഅ്മിനൂൻ, അവർ നന്നാകാൻ പോകുന്നില്ല, അവർ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് ഇവിടേക്കും വെച്ച് കൊടുക്കാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സീല് വെച്ചിട്ടുണ്ട്, മുദ്ര വെച്ചിട്ടുണ്ട്. വഅലാ സംഹിം, അവർ ചെവിക്കുന്ന കേൾവികളിൽ നല്ലത് പറഞ്ഞാൽ അവരുടെ ചെവികളിൽ കേൾക്കുകയില്ല. വഅലാ അബ്സ്വാരിഹിം ഗിശാവ, അവരുടെ കണ്ണുകളിൽ ഒരു തരം മറയുണ്ട്, ഒരു മൂടിയുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ലത് അവർ പറഞ്ഞാൽ അവർ കാണുകയും കേൾക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് മഹത്തായ വമ്പൻ ശിക്ഷയുണ്ട് എന്ന് അത് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കായി നിന്നോടും എന്നോടും ഞാനിത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ നല്ല കൂട്ടരിൽ ഉൾപ്പെടുത്തട്ടെ. അൽ വാലിദു, നിൻ്റെ ഉമ്മയോടുള്ള ആ വെറുപ്പ്, ഉമ്മയെ ആട്ടിപ്പുറത്താക്കുന്നത്, ഉമ്മയെ നീ പൊതുജന മധ്യത്തിൽ വെച്ചുകൊണ്ട് അവഹേളിക്കുന്നത്, തെറിയഭിഷേകം ചെയ്തുകൊണ്ട് പച്ചക്ക് പിച്ചി ചീന്തുന്നത്, കത്തിക്കുന്നത് കാണാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും, മനസാക്ഷിയുള്ള ആർക്കും അതിന് സാധ്യമല്ല. ഈമാനുള്ള ആർക്കും അതിന് സാധ്യമല്ല. നീ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാനും നിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. അൽ വാലിദ് ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ മധ്യത്തിലാണ് മാതാവും പിതാവും എന്നുള്ളത്. ആ കവാടത്തിലൂടെ അല്ലാതെ നീ എത്ര നിസ്കരിച്ചിട്ടും ഉസ്താദിനെ ചേർത്ത് പിടിച്ചിട്ടും സ്വർഗത്തിൻ്റെ വാസന പോലും നിനക്ക് ലഭിക്കുകയില്ല എന്ന കാര്യം നീ ഓർക്കണം. ഇസ്നാനി, രണ്ട് കാര്യങ്ങൾ, യുഅജ്ജിലുഹുമുല്ലാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ശിക്ഷ അള്ളാഹു തരും. അൽ ബഗി വഖൂഖുൽ വാലിദൈൻ, വഖൂഖുൽ വാലിദൈൻ എന്ന് പറഞ്ഞാലോ മാതാപിതാക്കളെ വെറുപ്പിക്കുക, മാതാപിതാക്കളോട് അനുസരണ കാണിക്കുക, അവരെ കണ്ണീര് വീഴ്ത്തുക, ആ പണിയാണ് നീ ചെയ്യുന്നത്. ദുനിയാവിൽ വെച്ച് തന്നെ എത്രയും വേഗത്തിൽ ഒരു സാവകാശവും കൂടാതെ അള്ളാഹു അതിനെ ശിക്ഷ തരുമെന്നാണ്. ആഖിറത്തിൽ വെച്ച് വേറെയും നമുക്ക് അതുകൊണ്ട് പെരുന്നാൾ കിട്ടും. അതുകൊണ്ട് നീയും ഞാനും അത് ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ, മാതാപിതാക്കളെ ചീത്ത പറയുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിലേക്ക് അടുക്കാൻ പോലും അവർക്ക് സാധ്യമല്ലെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നീയും ഞാനും മറന്നു പോകണ്ട. ഇവർക്ക് അഹങ്കാരമാണ്. പണമുണ്ട്, മക്കളുണ്ടെന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. മക്കളെയൊക്കെ അള്ളാഹു ആയുസ് തരണ്ടേ, ആരോഗ്യം തരണ്ടേ.
ഇത് കണ്ട് അഹങ്കരിക്കാൻ പാടുണ്ടോ? നമുക്ക് എന്തുകൊണ്ട് മനുഷ്യൻ മുകളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് വരാം എന്ന് നമുക്കറിയോ? അങ്ങനത്തെ മനുഷ്യൻ എന്ത് കണ്ടുകൊണ്ടാണ് അഹങ്കരിക്കുന്നത്? ഇന്ന് കിടന്നാൽ നാളെ നമ്മൾ എണീക്കുമെന്ന് ഉറപ്പുള്ളത്? നമ്മുടെ പണം എന്നൊക്കെ പറയുന്നത് ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിന് നമ്മളെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പണം കൊണ്ടും മക്കൾ കൊണ്ടും ഒരിക്കലും നമ്മൾ അഹങ്കരിക്കേണ്ട. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയാ. നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും ഈ ഭൗതികമായ അനശ്വരമായ നൈമിഷികമായ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറൻ, എന്നായത് സ്വാലിഹായ കർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത്. അല്ലാതെ നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ മക്കളെ കൊണ്ടും ഒരിക്കലും നമ്മൾ എന്താവണ്ട, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അത് ഐശ്വര്യവും അലങ്കാരവുമായി നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. അത് ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നതാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പോലും നമ്മളെ പഠിപ്പിക്കുകയാണ്. ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, നമ്മുടെ ഖൽബിൽ ഒരു അണുമണിത്തൂക്കം കിബ്റുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഞാനും നീയുമൊക്കെ നല്ലത് ചെയ്യുക, ആകാത്തത് ചെയ്താൽ അത് അവിടെ രേഖപ്പെടുത്തപ്പെടും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അങ്ങനെയാണ്. അതായത് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരാൾ നല്ലത് ചെയ്താൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അത് നല്ലതായി രേഖപ്പെടുത്തപ്പെടും. ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മയായിട്ട് അവിടെ രേഖപ്പെടുത്തപ്പെടും. നന്മ തിന്മയായോ തിന്മ നന്മയായോ രേഖപ്പെടുത്തപ്പെടുകയില്ല. അതുകൊണ്ട് എന്നോടും നിന്നോടും എനിക്ക് ഉപദേശിക്കാനുള്ളത്, നമ്മൾ പരമാവധി നല്ലത് ചെയ്ത് ഇവിടെ ജീവിക്കുക. നമുക്കറിയില്ലേ, കിബർ ഒരിക്കലും പാടില്ല. നിനക്ക് ഈഗോയാണ്, നിനക്ക് അഹങ്കാരമാണെന്ന് നിൻ്റെ വീഡിയോ കണ്ടാൽ, നിൻ്റെ വാക്കും പ്രവൃത്തിയും കണ്ടാൽ മനസ്സിലാക്കും. നീ ഓർത്തോ, ഒരു നിമിഷം മതി അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ തകിടം മറിക്കാൻ. ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടില്ലേ? മലക്കളുടെ ഉസ്താദായിരുന്നു അവൻ. ഫിർഔൻ അറിയില്ലേ, ഈ ലോകം അടക്കി ഭരിച്ച ആളായിരുന്നു. അവൻ്റെ അവസ്ഥ എന്താണ്? വിശുദ്ധ ഖുർആൻ നോക്കൂ. ഖാറൂനിനെ അറിയില്ലേ, അവൻ്റെ അവസ്ഥ എന്താണ്? ഹാമാൻ അറിയില്ലേ, ഫിർഔനിൻ്റെ മന്ത്രിയായിരുന്നു. അവരുടെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനും ഈ ഇസ്ലാമിക ചരിത്രത്തിലും മറ്റുമൊക്കെ കാണാൻ കഴിയും. അഹങ്കാരം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മുച്ചൂടും നശിപ്പിക്കപ്പെട്ടവർ. ആ പടച്ചവൻ ഇപ്പോഴുമുണ്ട്. ആ പടച്ചവന് നമ്മളെ നശിപ്പിക്കാൻ, അഹങ്കാരം കൊണ്ട് നമ്മളെ ഭസ്മമാക്കാൻ ഒരു നിമിഷം വേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇവരുടെയൊക്കെ ഇവളെപ്പോലെയുള്ള ആളുകൾ തെറ്റായ വീഡിയോകൾ, പിന്നെ ഇസ്ലാമിക വിരുദ്ധമായ വീഡിയോകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് ലൈക്ക് ചെയ്യുന്നവർ, കമൻറ്റ് ചെയ്യുന്നവർ, ഷെയർ ചെയ്യുന്നവർ, ഒരു ആവശ്യവുമില്ലാതെ ഈ അത്തരം തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ, ഉമ്മയെ ചീത്ത പറയുമ്പോൾ, അതുപോലെ തന്നെ തെറി പറയുമ്പോൾ, കഞ്ചാവടിച്ചതുപോലെ സംസാരിക്കുമ്പോൾ മാഷാ അള്ളയും അൽഹംദുലില്ലയും പറയുന്നവർ സൂക്ഷിക്കുക. നിങ്ങൾ തെറ്റിന് കൂട്ടുനിൽക്കുകയാണ്. നന്മ ചെയ്യുന്നതും നന്മക്ക് കൂട്ടുനിൽക്കുന്നതും നന്മയാണ്. അതേസമയം തെറ്റ് ചെയ്യുന്നതും, ഞാൻ വീഡിയോ ലെങ്ത് കൂടുമെന്ന് പറഞ്ഞു കരുതിക്കൊണ്ട് അതിൻ്റെ ഹദീസ് മാറ്റമൊന്നും ഇപ്പോൾ പറയുന്നില്ല, ചുരുക്കി പറയുകയാണ്. തിന്മ ചെയ്യുന്നതും തിന്മക്ക് കൂട്ടുനിൽക്കുന്നതും തിന്മയാണെന്ന് മനസ്സിലാക്കണം. ലൈക്ക് ചെയ്താൽ നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ലൈക്ക് അടിച്ചാലും അതുപോലെ തന്നെ കമൻ്റ് അടിച്ചാലും വീഡിയോ കൂടുതൽ നേരം കാണുകയാണെങ്കിൽ അതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കും. അത് മറ്റുള്ളവരിലേക്ക് വീഡിയോ അങ്ങനെ പിന്നെ അതിൻ്റെ അൽഗോരിതം അങ്ങനെയാണ്. യൂട്യൂബ് അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഈ തെറ്റായ കാര്യത്തിന് നമ്മൾ അവരെ കൂട്ടുനിൽക്കുകയാണ്. ഉമ്മയെ ചീത്ത പറയുക എന്ന തമ്മാടിത്തരം അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റുള്ളവരൊന്നും പൊറുക്കാത്ത തമ്മാടിത്തരത്തിന് നമ്മൾ കൂടി കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് കിട്ടുന്ന ശിക്ഷയുടെ ഒരു അംശം നമുക്കും കിട്ടും. അതുകൊണ്ട് അവരുടെ വീഡിയോ, ഈ രീതിയിലുള്ള വീഡിയോ കാണുന്നവർ, അതിന് ലൈക്ക് അടിക്കുന്നവർ, കമൻ്റ് അടിക്കുന്നവർ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അതിനെ ന്യായീകരിക്കുന്നവർ ശ്രദ്ധിക്കുക. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അവൻ്റെ അമ്പിയ ഔലിയാക്കൾക്കും തൃപ്തിയില്ലാത്ത, പൊരുത്തമില്ലാത്ത ഒരു കാര്യത്തിനാണ് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത്. അവളോടൊപ്പം അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങളും ഞാൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും മറുപടി പറയേണ്ടി വരുമെന്ന് വളരെ വിനയത്തോടുകൂടി, ഗൗരവത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇങ്ങനത്തെ ആളുകൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളുകൾ പോലും ചീത്തയായി പോകും. കാരണം നമ്മുടെ സൈക്കോളജി എങ്ങനെയാണ്, നമ്മളിങ്ങനെ ഇവരുടെ ഈ ഒരു ഹറാസിങ്, ഇങ്ങനെ ഈ ഒരു ഭീഷണിപ്പെടുത്തൽ, ഈ തെറി പറയൽ, ഇങ്ങനെയുള്ള ഈ വയലൻസ്, ഈ സെക്സ്, ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇതിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കരണ്ടാവുക. ആ കേൾക്കുന്ന ആളുകളിലേക്കും അത് കാണുന്ന ആളുകളിലേക്കും അവരറിഞ്ഞോ അറിയാതെയോ ആ ചീത്ത സ്വഭാവം ഇങ്ങനെ സംശീകരിക്കപ്പെടും. അവരും നശിച്ചു പോകും. നമ്മുടെ ദുനിയാവും ആഖിറവും നശിച്ചു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ല നല്ല വീഡിയോ കാണുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇത്തരം വീഡിയോ നമ്മൾ ഒരു നിലക്കും അതിനെ ഹെൽപ്പ് ചെയ്യരുത്, തിന്മയാണ്. ആ തിന്മയെ നമ്മൾ സഹായിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യരുത്. ഒരിക്കൽ കൂടി പറയുന്നു, അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇങ്ങനത്തെ പിന്നെ
സമൂഹത്തിന് സെക്സ് ആൻഡ് വയലൻസ് ഇങ്ങനെ ഹറാസ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ അവിടെ റിപ്പോർട്ട് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് വെറുതെ എന്തെങ്കിലും അടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെ ചോദിക്കും എന്തുകൊണ്ടാണ്, അപ്പോൾ അവിടെ വയലൻസ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണ് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ചാനലൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല. ഇങ്ങനത്തെ മോശപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന അത് അവളായാലും അത് മറ്റാരാണെങ്കിലും അവരൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റിയൊരു നന്മ അത് മാത്രമാണ്. നല്ല വീഡിയോസ്, നല്ല ഉപദേശങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയും വേണം. അത് മറ്റുള്ളവരിലേക്ക് ആ നന്മകൾ എത്തിക്കണം. തിന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കരുത്. അത് മുളയിലെ നുള്ളിക്കളയുകയാണ് വേണ്ടത്. അള്ളാഹു നിങ്ങൾക്കും എനിക്കും ചിന്തിക്കാൻ അവസരം തരട്ടെ. നിങ്ങൾക്കത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം. അതാണ് വേണ്ടത്. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. നന്മക്ക് നിങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ.